താമരശ്ശേരി ഷഹബാസ് വധക്കേസ് പ്രതികളെ SSLC പരീക്ഷ എഴുതാൻ അനുവദിച്ചതിൽ പ്രതിഷേധ പരമ്പര. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ തുടർച്ചയായി വെള്ളിമാട് കുന്നിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ജുവനൈൽ ഹോമിലേക്ക് ചാടിക്കടന്ന് പ്രതിഷേധിച്ചു. KSU MSF മാർച്ചുകളിൽ വൻ സംഘർഷമാണ് ഉണ്ടായത്. അതേസമയം പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകുന്നു എന്നറിഞ്ഞപ്പോൾ തളർന്നുപോയെന്ന് ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. ഇന്നലെ ന്യൂസ് കണ്ടതോടുകൂടി നമ്മളെ ശരീരവും മനസ്സും ഒക്കെ വെട്ടി കീറിയ രീതിയിലാണ് നിൽക്കുന്നത്. ഇത്തരം കുട്ടികൾക്ക് എക്സാം എഴുതാൻ അവസരമൊരുക്കി കൊടുത്ത സാഹചര്യം കണ്ടതോടുകൂടി തളർന്നുപോയി. എന്നാലും ഈ കോപ്പി അടിച്ച കുട്ടികൾക്ക് വരെ എക്സാം എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം. ഇത് കൊലപാതകികളായ കുട്ടികൾക്ക് എക്സാം എഴുതാൻ അനുവാദം കൊടുത്തതിൽ വളരെയേറെ വിഷമമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ ഷഹബാസിന്റെ വീട് സന്ദർശിച്ചു. ബെൻസൺ ബാബു ചേരുകയാണ് കോഴിക്കോട് നിന്ന്. ബെൻസൺ, ഈ കൊലപാതകികളായ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അനുമതി കൊടുത്തതിൽ വലിയ പ്രതിഷേധമാണ് അവിടെ ഉയരുന്നത്, പ്രത്യേകിച്ചും ഷഹബാസിന്റെ കുടുംബത്തിൽ നിന്നും. ആ പിതാവ് പറയുന്നത് തന്നെ വെട്ടിക്കീറുന്ന അനുഭവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രതിഷേധം പൊതുസമൂഹത്തിൽ തന്നെ ഇതിലുണ്ട്. ഒരു വർഷം പോലും അവരുടെ പരീക്ഷ ഒന്ന് നീക്കിവെക്കുക പോലും ചെയ്യാത്ത വിധത്തിലുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇവരുടെ പരീക്ഷ എപ്പോഴാണ്? എന്തൊക്കെ സംവിധാനങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെ? ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ട്യൂഷൻ സെന്ററിൽ നിന്ന് ആരംഭിച്ച നിസാര കാര്യത്തിന്റെ പേരിൽ ആരംഭിച്ച ഒരു വാക്കുതർക്കം, ആ വാക്കുതർക്കം ഒരു 16 വയസ്സുകാരന്റെ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള വലിയ കൂട്ടത്തല്ലിൽ അവസാനിക്കുന്നു. ആ കേസിൽ പ്രതികളായ 5 പേർ, ആ 5 പേരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. 15-16 വയസ്സ് മാത്രം പ്രായമുള്ള 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. ആ വിദ്യാർത്ഥികൾ ഇന്ന് ആരംഭിക്കുന്ന SSLC പരീക്ഷ എഴുതാനുള്ള അവസരം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ പേരിലാണ് വലിയ പ്രതിഷേധം ഉയർന്നു വരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിനകത്താണ് ഈ വിദ്യാർത്ഥികൾ, 5 വിദ്യാർത്ഥികളും ഉള്ളത്. 5 വിദ്യാർത്ഥികളുടെയും പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9:30 തന്നെ സാധാരണ SSLC പരീക്ഷ ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ ഇവർക്കുമുള്ള പരീക്ഷ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകം സജ്ജീകരിച്ച റൂമിൽ 5 വിദ്യാർത്ഥികൾക്കുമുള്ള പരീക്ഷ ആരംഭിച്ചവർ ഇപ്പോൾ പരീക്ഷ എഴുതാൻ ആരംഭിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ തൊട്ട് തന്നെ വലിയ പ്രതിഷേധം ഷഹബാസിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും അതോടൊപ്പം തന്നെ പൊതു ഇടങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. വിവിധ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം അറിയിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ 5 വിദ്യാർത്ഥികളെയും താമരശ്ശേരിയിലെ അവർ പഠിച്ചിരുന്ന താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ പരീക്ഷ എഴുതിപ്പിക്കാനായിരുന്നു തീരുമാനം. എന്നാൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന സംഘടനകൾ അറിയിച്ചു. ഇതിന്റെ പേരിൽ കൂടിയാലോചനകൾ നടന്നു. ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് എവിടെ പരീക്ഷ നടത്തണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ജുവനൈൽ ഹോമിന് തൊട്ട് സമീപത്തുള്ള NGO ക്വാർട്ടേഴ്സിൽ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ വെച്ച് പരീക്ഷ നടത്താനായിരുന്നു ആദ്യഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അവിടേക്കും വലിയ പ്രതിഷേധ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ജുവനൈൽ ഹോമിനകത്ത് തന്നെ പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ അവർക്കുള്ള പരീക്ഷ നടക്കുന്നത്. ഇന്ന് രാവിലെ 6:30 തൊട്ട് തന്നെ വലിയ പ്രതിഷേധം ഇവിടെ ഈ ജുവനൈൽ ഹോമിന് മുൻപിലായി നടക്കുകയാണ്. KSUവിന്റെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും MSFന്റെ നേതൃത്വത്തിലുമാണ് പ്രതിഷേധം നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ KSU ആണ് ഏറ്റവും ആദ്യം പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധവുമായി എത്തിയ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തുടർന്ന് യൂത്ത് കോൺഗ്രസ് MSF പ്രവർത്തകരെത്തുന്നു. എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് MSF KSU പ്രവർത്തകർ ഈ കോമ്പൗണ്ടിന് പലയിടത്തുകൂടെയും മതിൽ ചാടി അകത്ത് കയറി ഈ ജുവനൈൽ ഹോമിന് അകത്ത് കയറി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അകത്ത് കയറി അടക്കം പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സൂചിപ്പിച്ചതുപോലെ തന്നെ പിതാവിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. ഷഹബാസിന്റെ പിതാവ് ഇക്ബാലിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. ഹൃദയവും മനസ്സും ശരീരവും വെട്ടി നുറുക്കുന്ന വേദനയോടുകൂടിയാണ് സംസാരിക്കുന്നതെന്നാണ് പിതാവ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം വേദന പിതാവിനുണ്ട്. ഇന്നലെ തൊട്ട് തന്നെ അദ്ദേഹം ആരോപിക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നത് വലിയ നീതികേടാണ്, അതിലൊരു പുനഃപരിശോധന വേണമെന്ന ആവശ്യം അദ്ദേഹം മുൻപോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കുകയാണ് ഉണ്ടായത്. അതിൽ അദ്ദേഹം വളരെ ദുഃഖിതനാണ്, കുടുംബം വളരെ ദുഃഖിതനാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ ഷഹബാസിന്റെ ഉമ്മ ഇപ്പോഴും അബോധാവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. ഇതുവരെ ആ ഒരു ട്രോമയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. അതോടൊപ്പം തന്നെ
ഈ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അനുവാദം നൽകിയത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഈ കോപ്പിയടിച്ച വിദ്യാർത്ഥികളെ അടക്കം പരീക്ഷയിൽ നിന്ന് ഡീബാർ ചെയ്യുന്ന അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളപ്പോഴാണ് ഇത്തരത്തിൽ കൊലപാതകികളായ അല്ലെങ്കിൽ കൊലപാതക കുറ്റം ചുമത്തി നിയമ നടപടി സ്വീകരിച്ച് കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു നല്ല സന്ദേശമല്ല മുൻപോട്ട് വെക്കുന്നത് എന്നതാണ് കുടുംബാംഗങ്ങളടക്കം ഉന്നയിക്കുന്നത്. നിലവിൽ ഇന്ന് രാവിലെ DD അടക്കമുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ DD അടക്കമുള്ള ആളുകൾ ഷഹബാസിന്റെ വീട്ടിലെത്തി പിതാവുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരോടും ഇതേ ഒരു അനിഷ്ടം അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട്. തനിക്ക് വലിയ വേദനയുണ്ട് എന്ന കാര്യം അദ്ദേഹം ഈ ഉന്നത ഉദ്യോഗസ്ഥരുമായി തന്നെ പങ്കുവെച്ചിട്ടുണ്ട്. നിലവിൽ സൂചിപ്പിച്ചതുപോലെ 5 വിദ്യാർത്ഥികൾക്കുമായുള്ള പരീക്ഷ അകത്ത് ആരംഭിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് ഓർക്കണം, അവരോടൊപ്പം ഇരുന്ന് പരീക്ഷ എഴുതേണ്ട വിദ്യാർത്ഥിയായിരുന്നു. മറ്റൊരു സ്കൂളിലാണെങ്കിലും ഈ സമാന രൂപത്തിൽ പരീക്ഷ എഴുതേണ്ട ഒരു വിദ്യാർത്ഥിയാണ് മരിച്ച് പോയത്. അപ്പോൾ അതും ഇവർ ഒരുമിച്ച് പഠിച്ചിരുന്ന LP സ്കൂളിലും UP സ്കൂളിലും ഒരുമിച്ച് പഠിച്ചിരുന്ന വിദ്യാർത്ഥികളാണ്, സുഹൃത്തുക്കളായിരുന്നു. നിസ്സാരമായിട്ടുള്ള ഒരു വാക്കുതർക്കത്തിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തു. നിലവിലിപ്പോൾ ഒരു ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. എന്നാൽ 12:30 പരീക്ഷ അവസാനിക്കുമ്പോൾ വീണ്ടും വലിയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ചുറ്റുമുണ്ട്. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട്. ഇനിയും പ്രതിഷേധക്കാരെത്തുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ തന്നെയാണ് തീരുമാനം. ആ രീതിയിലാണ് പ്രതിഷേധത്തെ നേരിടുന്നത്. എന്നാൽ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ തുടരാനാണ് MSF, KSU, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. സൂചിപ്പിച്ചതുപോലെ 9:30 തന്നെ പരീക്ഷ ആരംഭിച്ചു. ഈ പ്രതികളായ 5 വിദ്യാർത്ഥികളും എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജുവനൈൽ ഹോമിനകത്തുള്ള പ്രത്യേകം സജ്ജീകരിച്ച മുറിയിൽ ഇപ്പോഴും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്മി പത്മ. ബെൻസൺ ബാബു ആണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.